എമ്പുരാൻ ഇപ്പോൾ രാഷ്ട്രീയ വിമർശനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇടത് വലത് മാത്രമല്ല BJPക്ക് വരെ വലിയ രീതിയിൽ കൊളുത്ത് കുത്തി തന്നെയാണ് എമ്പുരാൻ സിനിമ പ്രദർശിപ്പിക്കുന്നത്. അതായത് അതിൻ്റെ തുടക്കം മുതൽ ഗുജറാത്ത് കലാപം മുതൽ പല രാഷ്ട്രീയ പാർട്ടികളെയും വളരെ നന്നായിട്ട് തന്നെ കുത്തുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. പക്ഷേ പല രാഷ്ട്രീയ പ്രവർത്തകർ ഇടത് വലതിനോടും വലത് ഇടതിനോടും BJP രണ്ടിനോടും എതിരായിട്ട് പല വിഭിന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. അതെ, ഈ ഗുജറാത്ത് കലാപത്തിന് യാതൊരു വിധമായിട്ടുള്ള സാങ്കത്യമില്ല. അപ്പോൾ ഗുജറാത്ത് കലാപം BBC ഇടയ്ക്കൊന്ന് സുപ്രീം കോടതി വിധി കഴിഞ്ഞിട്ട് ഒന്ന് പ്രക്ഷേപണം ചെയ്തു. അന്നിപ്പോൾ കോൺഗ്രസ്സിലുള്ള വക്താവായിട്ടുള്ള സന്ദീപ് വാര്യർ പറഞ്ഞത് മാത്രം മതി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. സുപ്രീം കോടതിയും എല്ലാ കോടതികളും പോയി സിനിമ കാണുമെന്ന് അപ്പോൾ കണ്ടോട്ടെ, കാണണം പുള്ളി കാണണം, എന്നിട്ട് വേണം കോൺഗ്രസിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ പിന്നെ എല്ലാ കോടതികളും അന്വേഷണ കമ്മീഷനുകളും എല്ലാം തീർപ്പാക്കിയ ഒരു കാര്യമാണ് ഗുജറാത്ത്. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചിട്ടുമുണ്ട്, അവർക്ക് പിന്നെ ജാമ്യം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കോടതി നോക്കിക്കൊള്ളുവന്നേ. ഇത് പിന്നെ അവിടെ ഇത് RSSോ അല്ലെങ്കിൽ ബജറംഗ് ദളോ ആസൂത്രണം ചെയ്തൊരു പരിപാടിയല്ല എന്ന് പറയാൻ കാര്യം പകൽ പോലെ വ്യക്തമാണ്. അവിടെ നിന്നുള്ള കാര്യവാഹകന്മാർ അയോധ്യയുടെ അതിപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഈ പശുവും ചത്ത അതിൻ്റെ മോരിൻ്റെ പുളിയും പോയി കഴിഞ്ഞാൽ പിന്നെന്തിനാ ഈ പശുവിനെ പറ്റി തന്നെയാണ് സംഘപരിവാറിലെ പല നേതാക്കളും പറയുന്നത്. പൃഥ്വിരാജിന് നട്ടലുണ്ട് എന്ന്, അല്ലെങ്കിൽ മുരളി ഗോപിക്ക് നട്ടലുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇതിലൂടെ പ്രദർശിപ്പിക്കാൻ സാധിച്ചത്. നട്ടലുള്ളവൻ തന്നെ, അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ സംഘപരിവാർ നേതാക്കൾ പറയുന്നത് ഈ നട്ടല് ഗുജറാത്ത് കലാപം എന്താണ് എന്നുള്ള കൃത്യതയോടെ കാണിക്കാത്തത് എന്ത്? ഒരു ട്രെയിനിന് തീ കത്തുന്നത് മാത്രമാണ് കാണിക്കുന്നത്, ഇത് കൃത്യമായി എന്തുകൊണ്ട് കാണിക്കുന്നത്? അതെ അതെ, ഗോത്ര എന്നുള്ള പാവപ്പെട്ട ആൾക്കാർ ഭക്തിപൂർവ്വം അവിടെ ചിലയൊരുക്കിയ ശേഷം തിരിച്ചു വന്നപ്പോൾ അവരെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച ആ സംഭവത്തിൽ നിന്നുണ്ടായതാണ് ഗുജറാത്തിൻ്റെ ആളിക്കത്തൽ. ഈ ആളിക്കത്തിൽ BJPയോ അല്ലെങ്കിൽ ബജറംഗ് ദളോ സംഘടിപ്പിച്ചതല്ല. ഇങ്ങനെ ആസൂത്രണം ചെയ്യാൻ പോലും സമയമില്ല. പെട്ടെന്ന് പൊടുന്നനെ കത്തുകയായിരുന്നു. ഈ ആക്രമണങ്ങളിൽ പങ്കെടുത്തവർ BJPക്കാരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. BJPക്കാരുണ്ടാവാം. കാരണം അവിടുത്തെ ഈ നൊന്ത ഒരു വിഭാഗം വിഭജന കാലത്തെന്ന പോലെ നെഞ്ചു പൊള്ളിയ ഒരു വിഭാഗം തെരുവിലേക്ക് ഇറങ്ങുമായിരുന്നു. അതിൽ കോൺഗ്രസ്സുകാരുണ്ടാവാം, മാർക്സിസ്റ്റുകാരുണ്ടാവാം, എല്ലാ പാർട്ടി പെട്രോളും ഉണ്ടാവാം. അവിടെ ഗവൺമെൻറ് നിസ്സഹായമായി നിൽക്കേണ്ട ഒരവസ്ഥയാണത്. പടർത്തി ആളുകൾക്കിടയിലേക്ക് പെട്രോൾ ഒഴിച്ച് അത് കത്തിച്ചു കഴിഞ്ഞാൽ, ഒരു വിഭാഗം ആളുകൾ ഗോത്രയിൽ നിന്ന് തുടക്കമിട്ട് കഴിഞ്ഞാൽ അത് ആ അഗ്നിശമന യന്ത്രങ്ങളെത്തി തണുപ്പിക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അല്ല, ഇത് ആരും ആളിക്കത്തിച്ചിട്ടില്ല. ഗവൺമെൻറ് ഭരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടെ ഇത് കുഴപ്പമാവുന്ന. എന്നിട്ട് നരേന്ദ്രമോദിയെ ഇട്ട് ചോദ്യം ചെയ്തു, ക്വിസ്ഡ്, ഗ്രിൽഡ് എല്ലാം ചെയ്തു. അദ്ദേഹം അതെല്ലാം മറുപടികൾ പറഞ്ഞു സത്യസന്ധമായിട്ട്. എന്നിട്ടോ അമിത്ഷായെ വില്ലനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏതോ ഭീകരവാദിയെ കൊണ്ടുപോയി ജയിലിലിട്ടു. ഒരു പ്രതിഷേധവും ഇല്ലാതെ, ഒരു നെഞ്ചുവേദനയും അഭിനയിക്കാതെ, ഒരു മോഹാലസ്യവും അഭിനയിക്കാതെ അദ്ദേഹം അവിടെ പോയി കിടന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു, പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ട് അവിടെ പരിശോഭിക്കുന്നു, അപ്പോഴും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടത്തുന്നു. എന്നിട്ട് ഈ പ്രീണനത്തിന് വേണ്ടി ഇന്ത്യയെ രണ്ടായിട്ട് വീണ്ടും വിഭജിക്കത്തക്ക രീതിയിലുള്ള നുണമലകൾ, ഹിമമലകൾ പോലെ, അതായത് മഞ്ഞുമലകൾ പോലെ എഴുതി വിടുകയും പടച്ചു വിടുകയും പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്തു. ക്രൂരവും ഏകപക്ഷീയവുമായിട്ടുള്ള ക്രൂരതകൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ട്. നിങ്ങളിപ്പോൾ സിനിമയുടെ ആളാണല്ലോ പൃഥ്വിരാജ്. ഈ പൃഥ്വിരാജ് തൻ്റെ ഇടമുള്ളവനാണ്, നട്ടലുള്ളവനാണെന്ന് പറയുന്നു. ഒരു പ്രത്യേക ജില്ലയിലെ ആൾക്കാർ ഒരു പ്രത്യേക നടൻ്റെ സിനിമ മാത്രം കാണുന്ന ആ പക്ഷപാതം പോട്ടെ, ആ കൊലപാതക രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, ആ പക്ഷപാതത്തെപ്പറ്റി ഒരു വാക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? ഞാൻ പൃഥ്വിരാജിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വലിയ ഇടതുപക്ഷ ലിബറലൊക്കെ ആണല്ലോ. ഒരു നടൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ബന്ധുക്കളുടെയും മാത്രം ചിത്രമേ കാണുമെന്ന് ദൃഢ തീരുമാനമെടുത്ത ചില ആൾക്കാരുണ്ടല്ലോ. അവരെപ്പറ്റി, സിനിമയിൽ മതം കാണുന്ന ആൾക്കാരെ പറ്റി ഒരു വാക്ക് സംസാരിക്കാനുള്ള നട്ടല് താങ്കൾക്കുണ്ടോ? ഇല്ല. കാരണം നിങ്ങളുടെ സിനിമയിൽ നാളെ പൊട്ടിപ്പാളീസാവും. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ചങ്കൂറ്റവും ധൈര്യവുമൊക്കെ. ഇതിനകത്ത് ഈ കാലഹരണപ്പെട്ട ഗുജറാത്ത് കലാപത്തിൻ്റെ ചിലത് കയറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ വിവരമില്ലായ്മ എന്ന് ഞാൻ പറയും. താങ്കൾ ഏത് തമ്പുരാനായാലും എമ്പുരാനായാലും ശരി, രാഷ്ട്രീയ വിവരശൂന്യത അത് തന്നെയാണ് ഇതിനെ കൊണ്ടുവരുന്നത്.
അല്ലെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയേക്കാൾ മുകളിലുള്ള എന്തോ വലിയൊരു ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയേക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണെന്ന് വരും. നിങ്ങളെ ഇതിപ്പോൾ ലോകത്തിപ്പോൾ നടക്കുന്നു, തുർക്കിയിൽ നടക്കുന്നുണ്ടല്ലോ കലാപം. അവിടെ അടുത്ത പ്രധാനമന്ത്രിയാവാൻ പോകുന്ന ആളിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണല്ലോ ഈ നിമിഷം, ഇസ്താംബൂളിൻ്റെ മേയറെ. നിങ്ങൾ അതിനെക്കുറിച്ചൊരു വാക്ക് സംസാരിക്കുമോ? ഇപ്പോഴും ബന്ദികളായിട്ട് ഹമാസിൻ്റെ തടവറയിൽ കഴിയുന്ന 50ഓളം പേര് സ്ത്രീകളും കുട്ടികളും ഉണ്ടതിൽ ഒരു വാക്ക് നിങ്ങൾ സംസാരിക്കുമോ? നിങ്ങളുടെയൊക്കെ ഇടതുപക്ഷ കപട രാഷ്ട്രീയം ഉണ്ടല്ലോ, ഇതിന് നട്ടല്ലെന്ന് എങ്ങനെയാണ് പേരുന്നത്? വാഴപ്പിണ്ടിയാണത്. ധൈര്യമില്ല സത്യത്തെ അഭിമുഖീകരിക്കാനും പറയാനും ധൈര്യമില്ലാത്തത്. അതും പലരും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സിനിമ വരുന്നതിന് മുമ്പ്, തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളത് തൻ്റെ ഇടത്തോടെ പറഞ്ഞില്ല എന്നുള്ളത് സംഘപരിവാറിലെ പല സംഘടനകളും പറയുന്നു. പല കമന്റുകൾ അത് വരുന്നുണ്ട്. അത് രാഷ്ട്രീയ സിനിമ ആണെങ്കിൽ സത്യസന്ധമായിട്ട് പറയേണ്ടതാണ്, അല്ലാതെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ ഏകപക്ഷീയമായി കാണിക്കാതെ എല്ലാം കൃത്യമായിട്ട് കാണിക്കണമായിരുന്നു. അതെ, കൃത്യമായിട്ട് കാണിക്കുക. ഇപ്പോൾ കണ്ടു, അതുകൊണ്ട് ഫലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കൂട്ടമായിട്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുക. പക്ഷേ മറുഭാഗത്ത് മറ്റൊരു കാര്യമുണ്ട്. കാരണം ഈ സംഘപരിവാര സംഘടനകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു പ്രൊമോഷനല്ലേ ചെയ്തു കൊടുക്കുന്നത്. ഇതിന്റെ വഴിക്ക് വിട്ടിരുന്ന പോലെ അത് മതിയായിരുന്നു. ഞാനും ആ അഭിപ്രായക്കാരൻ തന്നെയാണ്. CPM നന്നായിട്ട് പിണറായി വിജയനെ ഉൾപ്പെടെ നന്നായിട്ട് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. പക്ഷേ CPM മറ്റുള്ള പാർട്ടി ഇടതും വലതും ഒന്നും അനങ്ങുന്നില്ലല്ലോ. ഇതിപ്പോ എന്ത് സംഭവിച്ചെന്നറിയാം, എല്ലാരെയും അങ്ങ് സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എല്ലാവരുടെയും. BJPയും ഈ പറഞ്ഞതുപോലെ ഇതില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ സിനിമ കാണും എന്നുള്ളത് പറഞ്ഞു. സിനിമയെ കലയായി കാണാം എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സിനിമ കലയായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ കാലഹരണപ്പെട്ടതും സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അന്ന് BBC ന്യൂസ് തന്നെ ഗുജറാത്ത് കലാപം ഡോക്യുമെന്ററി ആക്കി വിട്ടപ്പോൾ എന്തോരം പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയാണ്, സുപ്രീം കോടതിയാണ് ഇതിൻ്റെ എപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത്. നമ്മൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള കോടതി വിധി അന്തിമമാണ്. അതിൻ്റെ വിധി ആ അന്തിമ വിധി കഴിഞ്ഞതാണ്. കഴിയുമ്പോൾ അത് ഭരണഘടന അനുസരിച്ചുള്ളൊരു വിധിയാണ്. അല്ല ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുപോലെ ഉള്ള ഒരു സംഭവമല്ല. കോടതിയുടെ അംഗീകാരമില്ലാതെ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ച. രസകരമായ മറ്റൊരു കമന്റ്, സുപ്രിയ മേനോൻ BBC ന്യൂസിൽ വർക്ക് ചെയ്തിരുന്നു. അതും ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, തിരക്കഥ എഴുതിയേക്കുന്ന മുരളി ഗോപിയാണ്. പക്ഷെ BBC ന്യൂസ് ഒരിക്കൽ പുറപ്പെടുവിച്ച ഇതേ ഗുജറാത്ത് കലാപം വീണ്ടും സ്വന്തം സിനിമയില് സത്യം വീണ്ടും അതിനെ പുനരവതരിപ്പിക്കുകയാണ്. ആ വികാരങ്ങളെ ആളിക്കത്തിക്കാൻ വേണ്ടി ഫ്ലെയിംസ് ഓഫ് കമ്മ്യൂണൽ ഫീലിങ്സ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സുഖം കണ്ടെത്തുകയാണ്. ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്, ഒരു ടെററിസ്റ്റ് മനോഭാവമാണെന്ന് ഞാൻ പറയും. അതൊക്കെ വിളിച്ചു വരുത്തേണ്ടതല്ല നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത്. എന്നാൽ വിഭജനകാലത്തെ കൂടെ കൊണ്ടുവരൂ, പുനഃസൃഷ്ടിക്കൂ. നിങ്ങൾ വിഭജനകാലത്തിൻ്റെ വേദനകളെ കൂടി പുനഃസൃഷ്ടിക്കൂ. ഒരിക്കലും നമ്മുടെ രാഷ്ട്രത്തെ രണ്ടായിട്ട് വെട്ടിമുറിച്ചതിൻ്റെ ദുഃഖം, ഭാരം ആർക്കാണ് താങ്ങാൻ കഴിയുക? എന്നാണ് അതിനൊരു അവസാനമുണ്ടാവുക? ഒരിക്കലും നമുക്ക് കോടതി വിധി ഉണ്ടായോ? അതിൽ ഒന്നും ഉണ്ടാവാത്ത കാര്യമാണ് ആ വിഭജനത്തിന്റെ മുറിവുകളില്ലേ അതിലേക്ക്. സാർ എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, നേരത്തെയും സിനിമകളിൽ ഇപ്പൊ രക്തസാക്ഷികൾ സിന്ദാബാദ്, പിന്നെ അത്തരത്തിലുള്ള കുറെ സിനിമകൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രാധാന്യമുള്ള കുറേ സിനിമകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ അത് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം ഒരു ചർച്ചയായിട്ട് വരാനുള്ള കാരണം സാറിന്റെ വിലയിരുത്തൽ എന്തായിരിക്കും? ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സൂചിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും വിമർശിച്ചുകൊണ്ട് അവരിട്ടു. പക്ഷേ ഇതിൽ BJPയെ വിമർശിച്ചത് എന്ന് പറയുന്നത്, അത് BJPയെ വിമർശിക്കണമെന്ന് തന്നെ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് ഈ വർഗീയത വളർത്തുന്ന തരത്തിലും അതുപോലെ ഭരണഘടനയെ ഈഴ്ത്തുന്ന തരത്തിലുമായിപ്പോയി. ഭരണഘടനാ പ്രകാരമുള്ള അന്വേഷണങ്ങളാണ് നടത്തി അതിൻ്റെ വിധി വന്നത്. അതിനുശേഷം അതെടുത്തിട്ട് അലക്കുക എന്ന് പറഞ്ഞാൽ വിവരശൂന്യതയും ഭരണഘടനയോടെ ഇന്ത്യയുടെ സുപ്രീം നീതിന്യായ പീഠത്തോടുള്ള അവഹേളനവുമാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ രാജ്യത്തോടുള്ള, ഈ ദേശത്തോടുള്ള എതിരഭിപ്രായമാണ് നടത്തുന്നത്. അവിടെയാണ് എനിക്ക് വിയോജിപ്പ്. BJPയെ പറ്റി പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്.
അതെ, ഇതിപ്പോ CPM-നെ പറ്റിയും ഒക്കെ വിമർശിക്കുന്നുണ്ട്. അത് വാക്കുകളാലെ പല മന്ത്രിമാരെയൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വെച്ചുള്ള വിമർശനങ്ങളാണ്. ഇപ്പൊ രക്തസാക്ഷികൾ സിന്ദാബാദ് ഞാൻ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള സിനിമകളിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിമർശനങ്ങളിലേക്കാളും അപ്പുറം വിഷ്വലൈസേഷൻ, ഗുജറാത്ത് കലാപത്തിന്റെ വിഷ്വലൈസേഷനും അതുവഴി ഉണ്ടാക്കിയ ഒരു ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ വിവാദവുമാണ് ഇതിന് വഴിത്തിരിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിവരശൂന്യരായിട്ടുള്ള ഇതിൻ്റെ ടീം അവരുടെ മാർക്കറ്റിംഗ് വിചാരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ അങ്ങ് ആളിപ്പടരും അതിൻ്റെ പ്രചാരം എന്നുള്ളതാണ് സംഭവിക്കുന്നത്. പക്ഷേ അത് നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് ഇതുവരെ നമുക്ക് കാണുന്നതിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു തെറ്റായിട്ടുള്ള ഒരു സൂചനയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. രാഷ്ട്രീയമായിരിക്കും, അത് വർഗീയമാവരുത്. നിങ്ങളുടെ വർഗീയ ഇടതുപക്ഷ ലിബറൽ രാഷ്ട്രീയക്കാരനാണ് പൃഥ്വിരാജ്. ആ ലിബറൽ രാഷ്ട്രീയം അഴിച്ചുവിടുന്നതിനുള്ള അദ്ദേഹത്തിന് വേറെ ഫോറങ്ങളാണ് തരുന്നത്. സിനിമയെ അതിനായിട്ട് ഉപയോഗിച്ചത് ആ സിനിമയെ ശരിക്കും പറഞ്ഞാൽ മാനഭംഗപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. അതിനെ അതിൻ്റെ വേദിയായിട്ട് ഉപയോഗിക്കും. അതിൻ്റെ പാട്ടിന് വിടണം. സിനിമയെ കലയായിട്ടല്ല ഇവിടെ കണ്ടത്, അതൊരു എന്താ പറയുന്നത് ചൂഷണ ഉപാധിയായിട്ടാണ് കണ്ടത്. അവിടെയാണ് കുഴപ്പം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്നത് കേൾക്കുമ്പോൾ, ഈ സിനിമ കണ്ടിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുന്നതല്ല, പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നതും അതുപോലെ തന്നെ വൻതോതിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അതിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. സത്യസന്ധമായിട്ടും സിനിമ കണ്ടാൽ എനിക്കിനി വേറൊരു അഭിപ്രായമാണോ വരുന്നത് എന്നുള്ളത്. പക്ഷേ സിനിമ കണ്ട് ഈ തിരക്കിനിടയിൽ പോയി കാണാൻ ഒരു തിരക്കിലുള്ള പരിപാടിയിലും പോകില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് തൽക്കാലം സാധ്യമല്ല. ഇനി പൈറസി വഴിയുള്ളത് കാണാൻ ഞാൻ തയ്യാറുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാണും. കണ്ടു കഴിയുമ്പോൾ ഈ വിലയിരുത്തുകൾ തെറ്റാണെങ്കിൽ അത് തീർച്ചയായിട്ടും അന്ന് പറയും. എനിക്ക് ധൃതിയില്ല. ഇതേ സിനിമ തന്നെ ആയിരിക്കുമല്ലോ കുറേ കഴിയുമ്പോഴും കാണുന്നത്. ഇതിന് പരിണാമം സംഭവിക്കില്ലല്ലോ, എനിക്കും പരിണാമം സംഭവിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.